എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മാങ്ങയാണ്. അത് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അതിൽ 1.5 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് അവിടെ ഇളക്കി മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ മാങ്ങയിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു മീഡിയം സൈസ് നാളികേരം മുഴുവനായിട്ടൊന്ന് ചിരകിയെടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാങ്ങയിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ജ്യൂസ് കളയണ്ട കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ മാങ്ങ ആദ്യം അതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഞാൻ ആദ്യം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതിന്ന് പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച നാളികേരം കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഡ്രൈ ആവുന്നത് വരെ നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ആവും കേട്ടോ ഇങ്ങനെയൊന്ന് ആയി കിട്ടാൻ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ശർക്കര അതും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പ് ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇനിയും നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് നമുക്കൊന്ന് ആ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. ഇതും ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആവും. ഇനി അതിലേക്ക് ഇതുപോലെ ഡ്രൈ ആയി കിട്ടുമ്പോൾ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂണ് കടുകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ കായം, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും നമുക്ക് ഇളക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് നേരം നമ്മളിതുപോലെ ഇളക്കുമ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല ഇങ്ങനെ പൊടി പോലെയായിട്ട് മാറും കേട്ടോ. ഇനി അവസാനം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആ കറിവേപ്പില ഒന്ന് ഫ്രൈ ആവുന്ന വരെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഈ കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഫ്രൈ ആവുന്ന മണവും പിന്നെ ഇതിലത്തെ ആ കായത്തിൻ്റെയും മുളക് പൊടി ഉലുവയുടെയൊക്കെ മണം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി നല്ല പൊടി പോലെ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ചമ്മന്തിപ്പൊടി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. നേരത്തെ നമ്മൾ മാങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റി വെച്ചിരുന്നല്ലോ, അതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് അത് ആ ജ്യൂസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.